ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ ഈ യൂട്യൂബിൽ ഒരു പെണ്ണുണ്ടല്ലോ, എന്താണ് നാഗദേവരി, നാഗത്തിൻ്റെ പേര് വെച്ചിട്ടുള്ളൊരു പെണ്ണുണ്ടല്ലോ. അയ്യോ, ആ പെണ്ണിനെ ഒരു സ്ത്രീയായിട്ട് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു പെണ്ണാണത്. നാഗദേവതയെന്നോ നാഗദേവിയെന്നോ എന്തോ അല്ലേ ആ പെണ്ണിൻ്റെ പേര്. എന്താ പെണ്ണ് ഈ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം. ഈ ആണിനും പെണ്ണിനും എല്ലാവർക്കും അറിയാം, ഒരു പെണ്ണും ആണും കൂടിയാൽ എന്ത് ചെയ്യണ് ഇല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷേ ഈ ഇറച്ചി തിന്നിട്ട് എല്ല് കഴുത്തി കോർത്ത് കിട്ടുമോ ആരെങ്കിലും? എന്താ പറയണ്? ഇത് ശരിക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്കും പാട്ടായിട്ടും ഇങ്ങനെ കുറേ വിഷമങ്ങളായിട്ടും അങ്ങനെയും എല്ലാം പിന്നെ ഫാമിലി ആയിട്ടും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ട് ലൈക്ക് കുറവാണെങ്കിലും അതിനൊരു മര്യാദയുണ്ട്. ഡാൻസ് കളിച്ചിട്ടാണെങ്കിലും സാമാന്യം ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നതും കുറേ സ്ത്രീകളുണ്ട് ഈ ലൈക്കിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും എന്താ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ എനിക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ്. എങ്കിൽ പോലും ഞാനതിൽ ഈ ഒറ്റയ്ക്ക് കുവൈറ്റിലിരിക്കുന്നത് കൊണ്ട് ഞാനതിൽ കുറച്ച് ഹാപ്പി, സന്തോഷം, മാനസിക പിരിമുറുക്കങ്ങൾ, അതായത് ഒറ്റയ്ക്കുള്ളൊരു ജീവിതത്തിൽ നിന്ന് എനിക്ക് കുറച്ചൊരു ഇത് കിട്ടുന്നത് ഇങ്ങനെ ഈ വീഡിയോയിൽ ചില്ലറ അങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ്. ഒന്ന്. രണ്ട്, ഇതിൽ എന്നെങ്കിലും ഒരു കാലത്തൊരു വരുമാനമുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് ഈ വയസ്സായ അമ്മമാരിനെയും അച്ഛന്മാരിനെയൊക്കെ നോക്കണം, രോഗികൾക്കൊക്കെ വല്ലതും കൊടുക്കണം, ആരും ഇല്ലാത്തവരെ നോക്കണം. അങ്ങനെയുള്ളൊരു ബേസിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനൊന്നും ആർക്കും ലൈക്കും ഇടാനും ഇല്ല, അഭിപ്രായങ്ങൾ പറയണില്ല, സബ്സ്ക്രൈബ് ഇല്ല, ഒന്നുമില്ല ഇതിനൊന്നും. ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് ഈ സ്ത്രീകൾ എൻ്റെ സ്വകാര്യ ഭാഗങ്ങളെല്ലാം കാണിച്ചു കൊണ്ടും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടും അതായത് ഈ ആണുങ്ങളിൻ്റെ അവയവത്തിനെ കുറിച്ചിട്ട് ഒരു ലജ്ജയുമില്ലാതെ സംസാരിക്കുന്നു. നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവരാകുമ്പോൾ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുന്നു അതെല്ലാം ഓക്കെയാണ്. പക്ഷേ അതിങ്ങനെ ഈ തെറിയായിട്ട് ഒരു രീതിയിൽ ഈ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ഈ ആണുങ്ങളിൻ്റെന്ന് കമൻറ്റ് വരുന്നതിൽ കേൾക്കുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ ശരീരത്തിൽ എന്താ പറയുക, ഇങ്ങനെ നാണം കൊണ്ട് വല്ലാത്ത ഒരു അത് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ത്രീനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആണുങ്ങൾ പറയുമ്പോഴേ. പക്ഷെ ആണുങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പെണ്ണ് അങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. തൂറുക, തുപ്പുക, തൂറിയിട്ട് എറിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതിൽ എന്താ അവൾ പറഞ്ഞത്? മസാജ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്. മസാജ് ചെയ്യുന്നതൊക്കെ എല്ലാവിടെയും ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ ആരെങ്കിലും അതിന് ഇത് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കുറേ ഇത് പിന്നും വേണ്ടിയിട്ടാണ്, റിച്ചാകാൻ വേണ്ടിയിട്ടൊക്കെ ആണോ? അങ്ങനെയൊന്നും റിച്ചായി പൈസ ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു മാനവും മര്യാദയും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഈ ദുബായിൽ കുറേ എണ്ണം ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ദുബായിലത്തെ ഒരാളുണ്ട്, പേരെനിക്കറിയില്ല, ഒരു മുട്ടയും പിന്നെ പുള്ളിക്കാരൻ്റെ തന്നെ ഒരു താടിക്കാരനുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി ആ ജാസി എന്ന് പറയുന്നതിൻ്റെ ഒരു സെറ്റിനെ കുറിച്ച് എന്തിനാ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഈ പെണ്ണുങ്ങളിൻ്റെ വിലനെ കളയാൻ വേണ്ടി യൂട്യൂബ് ചാനലിൽ കുറേ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട് കേട്ടോ, തമിഴ്, മലയാളം, ഹിന്ദി, എല്ലാ ഭാഷകളിലും ഉണ്ട്. പെണ്ണുങ്ങൾ ഈ ലൈക്കിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് സ്വന്തം അവനവൻ്റെ ശരീരം കാണിച്ചു കൊടുത്തിട്ടും വേണ്ടാത്തത് പറഞ്ഞിട്ടൊക്കെ ഈ ലൈക്ക് വെക്കുക. ഇതിനോട് എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ എഴുതി അറിയിക്കണം. ആ സ്ത്രീനെ പോലത്തെ ഉള്ള ഒരു സ്ത്രീ ഈ യൂട്യൂബ് ചാനലിന് തന്നെ ഒരു അപമാനമാണ്. ഭയങ്കര മോശമായിപ്പോയി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് കേൾക്കാൻ കുറേ ആൾക്കാരും അതിന് ലൈക്ക് കൊടുക്കാൻ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ സഹിക്കണില്ല. ഇങ്ങനെയൊക്കെ ലൈക്ക് മേടിച്ചിട്ട് യൂട്യൂബ് ചാനലിൽ വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാളും ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.
കഷ്ടം. ഓക്കെ ബൈ.